യെസ് ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് ഹാർദമായ സ്വാഗതം. നമ്മുടെ 2025 കഴിഞ്ഞു. 2026 ജനുവരി മാസം ഇന്ന് 7-ാം തീയതിയാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം? കഴിഞ്ഞ വർഷത്തെക്കാളും എന്തെങ്കിലും ഒരു പുതിയതായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഈ വർഷം തോന്നിയോ? അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും നിങ്ങൾ. എന്നെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിക്ക് ചിലവുകൾ വന്ന ഒരു വർഷമാണ്. ഇനി ഈ വർഷം എങ്ങനെയാണെന്നൊന്നും അറിയില്ല, കാരണം സ്റ്റാർട്ടായിട്ടല്ലേ ഉള്ളൂ. കഴിഞ്ഞ വർഷം എന്ന് വെച്ചാൽ വീടിൻ്റെ ചെറിയൊരു മെയിൻ്റെനൻസ് കാര്യങ്ങൾ, അതുമുതൽ വണ്ടികളുടെ പണി, ഒരുപാട് മൊത്തത്തിൽ എന്താ പറയുക, കംപ്ലീറ്റ്ലി നല്ല പണി കിട്ടിയ ഒരു സമയം തന്നെയാണ്. അതോടൊപ്പം തന്നെ കുറച്ച് നല്ല നല്ല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഏത് വർഷം വന്നാലും ഏത് വർഷം കടന്നു പോയാലും ചെലവെന്ന് പറയുന്നത് നമ്മുടെ വരുമാനത്തെക്കാൾ 10 മടങ്ങ് അധികമായിട്ട് വരും ഒരു സാഹചര്യമാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ വിശേഷവും കാര്യങ്ങളൊക്കെ? നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം, അതായത് 2025 എങ്ങനെയായിരുന്നു നിങ്ങളുടെ അനുഭവം? നിങ്ങൾക്ക് കൂടുതലായിട്ട് ചില ആൾക്കാർക്ക് നല്ല വർഷമായിരിക്കാം, നല്ല അടിപൊളി കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും ചില ആൾക്കാർക്ക്. ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താ പറയുക, വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവങ്ങളായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെയാണ്? ഇപ്പം സത്യം പറഞ്ഞാൽ ഭൂരിപക്ഷ ആളും ചിന്തിക്കുന്നൊരു കാര്യം, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പല ആൾക്കാരെയും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് കേട്ടോ. നമ്മൾ എന്തെങ്കിലും ഒരു നമുക്കൊരു പ്ലാൻ ഉണ്ടെങ്കിൽ ഒരിക്കലും ഒരാളോടും നമ്മൾ ഷെയർ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കും. ഒരാളോടും ഷെയർ ചെയ്യാൻ പാടില്ല. നമ്മുടെ നിഴലിനെ പോലും നമുക്കിപ്പം എന്താ പറയുക, നിഴലിനെ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നിങ്ങളിപ്പോൾ പല ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ടാവും, എൻ്റെ കട്ടച്ചങ്കാണ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അല്ലെങ്കിൽ തേങ്ങാ കൊലയാണ്, മാങ്ങാ കൊലയാണ് എന്നൊക്കെ നിങ്ങൾ പറയുന്ന ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ഒരു ചുക്കുമില്ല. ഒരത്യാവശ്യം വന്നാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക, നിങ്ങൾക്ക് ഒരു എമർജൻസി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നാൽ നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്ന ആൾക്കാരെ നിങ്ങളൊന്ന് നോട്ട് ചെയ്തോ. നമ്മുടെ നിഴലേ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ. മറ്റാരെയും തന്നെ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. ഇപ്പം ആത്മാർത്ഥമായിട്ടുള്ള ആൾക്കാരും ഉണ്ട്, ഞാൻ ഇല്ല എന്നൊന്നും പറയുന്നില്ല. ഇനി അതും പറഞ്ഞ് ആരും തെറി വിളിക്കാനൊന്നും വരണ്ട. നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, നമ്മുടെ എക്സ്പീരിയൻസ് പറഞ്ഞതേ ഉള്ളൂ. നമ്മളിപ്പോൾ പല ആൾക്കാർക്കുള്ള അനുഭവം നമ്മൾ കേട്ടിട്ടുണ്ട്. ആദ്യം എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ തേങ്ങയാണ്, മാങ്ങയാണ് എന്നെല്ലാം വിളിച്ച് പറയും. പാരൻസിൻ്റെ വില ചീത്ത പറയുന്ന ആൾക്കാരുണ്ട്, ഫ്രണ്ട്സിൻ്റെ കൂടെ പോയിരിക്കാൻ വേണ്ടി വീട്ടുകാരെ വരെ പച്ചക്ക് തെറി വിളിക്കുന്ന ഒരുപാട് മാന്യന്മാരായിട്ടുള്ള ഒരുപാട് ഏട്ടന്മാരെയും അനിയന്മാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. സോ നിങ്ങളോട് പറയാനുള്ള എന്താണെന്നറിയോ, ഇപ്പം പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് ലഹരികൾ, പലതരത്തിലുള്ള ലഹരികൾ കൈവശം വെച്ചതിന് പോലീസുകാരും എക്സൈസുകാരൊക്കെ പിടിച്ച വീഡിയോ നമ്മൾ പലതും കണ്ടിട്ടുണ്ട്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വീട്ടുകാർ ഇപ്പം നിങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ചിലപ്പോൾ നിങ്ങളെ ശാസിക്കുന്നുണ്ടാവുക. ഇതിപ്പോൾ നിങ്ങളൊരു ജംഗ്ഷനിൽ പോയി ഇരിക്കേണ്ട, അല്ലെങ്കിൽ ഒരു ക്ലബ്ബിൽ പോയി ഇരിക്കേണ്ട എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് പോയി ഇരിക്കലായിരിക്കും നിങ്ങളുടെ ഉദ്ദേശം. ഇരിക്കേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ ആരുമല്ല അത് പറയാൻ. പക്ഷേ വീട്ടുകാരെ കുറ്റം പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. വീട്ടിൽ ഫ്രീഡം ഇല്ല, ആ ഫ്രീഡം എനിക്ക് പുറത്ത് കിട്ടുന്നു. എന്ത് ഫ്രീഡം നിങ്ങൾക്ക് പുറത്ത് കിട്ടുന്നത്? എന്താണ് കിട്ടുന്നത്? MDMA കേസിലോ അല്ലെങ്കിൽ കഞ്ചാവ് കേസിലോ നിങ്ങൾ അകത്ത് പോകുന്നതാണോ നിങ്ങളുടെ ഫ്രീഡം? ഇപ്പം നടക്കുന്ന എല്ലാ ഫ്രണ്ട്സും അങ്ങനെയല്ല. ഇപ്പം നടക്കുന്ന ഭൂരിപക്ഷ ആൾക്കാരിലും ചെറുപ്പക്കാരിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇതുപോലുള്ള പല കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒരു അവസ്ഥ തന്നെയാണ്. പെട്ടെന്ന് പൈസക്കാരാവാൻ ആൾക്കാർ സ്വീകരിക്കുന്ന മാർഗങ്ങളാണ് ഇതൊക്കെ. ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള. അപ്പോൾ കുട്ടികൾ, ഫ്രണ്ട്സൊക്കെ പറയുന്നത് എന്താണ് ഒരു സംഭവം, വീട്ടിൽ കിട്ടാത്ത ഫ്രീഡം എനിക്ക് പുറത്ത് കിട്ടുന്നു എന്നാണ്. എന്താണ് നിങ്ങൾക്ക് പുറത്ത് കിട്ടുന്നത്? നിങ്ങൾക്ക് സിഗരറ്റ് വലിക്കാൻ വേണ്ടി പൈസ ഫ്രണ്ട്സ് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതാണോ? അല്ലെങ്കിൽ കള്ളു കുടിക്കാൻ വേണ്ടി നിങ്ങളോട് ഷെയർ ഇടുന്നതാണോ? അല്ലെങ്കിൽ നിങ്ങളുടെ ഷെയർ ഇല്ല, അത് ഫ്രണ്ട്സ് നിങ്ങളെ സഹായിക്കുന്നതാണോ? ഇത്തരത്തിൽ ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് നാട്ടിലൊന്നും ഒരു ഫ്രണ്ട്സും ഇല്ല. എനിക്ക് ജീവിതത്തിൽ എനിക്ക് അത്യാവശ്യം പറയാൻ 2 ഫ്രണ്ട്സേ ഉള്ളൂ. 2 ഫ്രണ്ട്സ് മാത്രം. ഇപ്പം പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്, നിനക്ക് അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒന്നുമില്ല, പോയി ഇരിക്കുന്നില്ല പല സ്ഥലത്തും, അങ്ങനെ ഇങ്ങനെയാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്കുള്ള ലഹരി എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, നമ്മുടെ വണ്ടികളാണ് എനിക്ക് ലഹരി. കാരണം എന്ന് വെച്ചാൽ എന്താണ്, യാത്ര പോകലാണ്. ഞാനൊരു വണ്ടി ഭ്രാന്തനാണ്, അതാണ് അതിൻ്റെ പച്ച മലയാളത്തിൽ നമ്മൾ പറയുന്നത്. വണ്ടിയോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഇതുവരെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല.
10-25 ചങ്ങായിമാരെയൊക്കെ കൂട്ടി നടന്ന് DJ നൈറ്റും മറ്റേ കാര്യങ്ങളൊക്കെ ചെയ്ത പല ആൾക്കാരുടെ അവസ്ഥ ഇന്ന് നമുക്ക് നല്ല രീതിക്ക് അറിയാം. മക്കളെ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാനിപ്പോൾ മക്കളെ എന്ന് പറഞ്ഞത് കൊണ്ട് ചില ആൾക്കാർക്ക് ചിലപ്പോൾ ദേഷ്യം പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് ചിലപ്പോൾ ഏട്ടന്മാരുണ്ടാവാം, ഏച്ചിമാരുണ്ടാവാം, അമ്മമാരുണ്ടാവാം, സഹോദരിമാരുണ്ടാവാം, അത്തരത്തിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഞാൻ പറയുന്നത് എക്സ്പീരിയൻസ് ആണ് കേട്ടോ, നമുക്ക് സംഭവിച്ച അല്ലെങ്കിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിനെ പറ്റിയാണ് പറയുന്നത്. ദയവേദിട്ട് നിങ്ങൾ ഇനിയിപ്പോൾ പ്രായത്തിനെ പറ്റിയൊക്കെ നോക്കാതെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ആരും ചീത്ത വിളിക്കാനൊന്നും വരരുത് കേട്ടോ. ഇപ്പം നമ്മൾ കണ്ടുവരുന്ന പല കാര്യങ്ങളും ഉണ്ട്. എന്ന് വെച്ചാൽ അതായത് കാര്യമുള്ള ആൾക്കാർ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു പ്രശ്നം വന്നു, ഒരുപാട് ആൾക്കാർ കൂടിയിരിക്കുന്ന ഒരു ഫ്രണ്ട്ഷിപ്പുള്ള ഒരു സ്ഥലത്ത് ഒരു കേസോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് തന്നെ ഇപ്പോൾ ഒരു 10-30 ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ചില ആൾക്കാർ വളരെ നൈസായിട്ട് വിദേശത്തേക്കൊക്കെ സ്കൂട്ടാവുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു കേസ് വന്നു, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ കുറച്ച് കാലം മുമ്പ് നമ്മുടെയൊക്കെ ഏട്ടന്മാരുടെ ഇടയിൽ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്, കുറച്ച് ആൾക്കാരുടെ. അപ്പോൾ എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് തന്നെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ റിലേറ്റീവിൽ വരുന്ന 2 ആൾക്കാരുണ്ട്, ഏട്ടന്മാരുണ്ട്. അപ്പോൾ അവരുടെ ഒരു എക്സ്പീരിയൻസിൽ അവർ പറഞ്ഞത്, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ ഒത്തുചേരുന്ന പരിപാടി ഒരിക്കലും ഇല്ല. കാരണം പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഒരുമിച്ചായിരിക്കും, പക്ഷെ അത് പരിഹരിക്കാൻ നമ്മൾ ഒറ്റയ്ക്കേ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. അതാണ് പല ആൾക്കാരും പൈസേൻ്റെ ലെവലിൽ അവരെന്ത് ചെയ്യും, ആ ഒരു പ്രശ്നത്തിൽ നിന്ന് പോലീസ് കേസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർ സ്കിപ്പായിട്ട് പല രീതിയിൽ പൈസ ഉപയോഗിച്ച് അവർ പല സ്ഥലത്തേക്കും അവർ പോവും, അവർ രക്ഷപ്പെടും. പൈസയൊന്നുമില്ല, ഫ്രണ്ട്സാണ് എൻ്റെ ജീവൻ എന്നൊക്കെ പറഞ്ഞു തന്ന ആൾ വളരെ നൈസായിട്ട് അവിടെ പെടും, അവരുടെ പേരിൽ കേസും വരും. സോ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ എന്ത് ചെയ്യുന്ന സമയത്തും നമ്മൾ ഒറ്റയ്ക്കേ ഉണ്ടാവുള്ളൂ. അതിപ്പോൾ നമ്മുടെ വീടിൻ്റെ വർക്കായാലും ശരി, നമ്മുടെ വണ്ടിയുടെ വർക്കായാലും ശരി, എനിക്കൊക്കെ ആ ഒരു കാര്യത്തിൽ ഒരുപാട് എന്താ പറയുക പോസിറ്റീവ് റിയലായിട്ടുള്ള അനുഭവം. നമ്മളൊരു ബുക്കിൽ വായിച്ച് പഠിച്ചതോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ അനുഭവമൊന്നുമല്ല, നമുക്ക് തന്നെ റിയലായിട്ടുള്ളൊരു അനുഭവം. കാരണം നമ്മളിപ്പോൾ ഒരു വീടിൻ്റെയൊക്കെ വർക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുന്ന എന്തെങ്കിലും ചെറിയൊരു വീടാണ് ഉദ്ദേശിക്കുന്നത്, എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ടോട്ടൽ പൈസ നമ്മൾ തന്നെ കാണണം. ഇതൊന്നും നമുക്ക് ഒരിക്കലും ആരും നമുക്ക് കൊണ്ടുതരുന്നില്ല. പല ആൾക്കാരും ഇപ്പം വീട് വരെ, അതായത് കൃത്യമായിട്ട് വീടും കാര്യങ്ങളൊന്നും ഇല്ല എന്ന കുട്ടികൾ വരെ ഫ്രണ്ട്സിനെ സന്തോഷിപ്പിക്കാൻ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അത്ര പോലും എൻ്റെ വീടാണ്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടിലുള്ള ആൾക്കാരെ നോക്കണം, എൻ്റെ വീട് എനിക്കൊന്ന് ഡെവലപ്പ് ആക്കണം, അങ്ങനെ പോലും ചിന്തിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇപ്പം വീട്ടിൽ അന്നത്തെ ദിവസം കഞ്ഞി കുടിക്കാൻ വകയില്ല എന്നുള്ളൊരവസ്ഥയായിരിക്കും. പക്ഷേ ഈ പറയുന്ന ആൾക്കാർ ആമസോണിൽ ഓർഡർ ചെയ്യുന്നത് 5000-ൻ്റെയും 6000-ൻ്റെയും ഒക്കെ ഷൂവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്തിനാണ്? ഫ്രണ്ട്സിൻ്റെ ഇടയിൽ മാസ് കാണിക്കാൻ. ഇപ്പം ഇവൻ ഉദ്ദേശിക്കുന്ന ഒരു ഫാമിലി ചുറ്റുവട്ടമായിരിക്കില്ല ഇവൻ്റെ ഫ്രണ്ട്സിൻ്റെ. അവർക്കൊന്നും ആ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പം വലിയ കാര്യമൊന്നും ആയിരിക്കില്ല. അതാ ഞാൻ പറഞ്ഞത്, പല ആൾക്കാരും പല തരത്തിലാണ്. ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ കൂടെ ആരൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം. ഇപ്പോൾ മദ്യപിക്കുന്ന ആൾക്കാർ, മദ്യമില്ല അല്ലെങ്കിൽ കഴിക്കാൻ വേണ്ടി എനിക്ക് മദ്യമില്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും. ഷെയർ ഇട്ട് മദ്യം വാങ്ങിക്കൊടുക്കുന്ന ആൾക്കാരെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഒരൊറ്റ കാര്യം ചിന്തിച്ചോ, നിങ്ങളുടെ വീട്ടിൽ ഒരു നേരത്തെ നിങ്ങൾക്ക് ഭക്ഷണമില്ല അല്ലെങ്കിൽ അരിയില്ല എന്ന് പറഞ്ഞാൽ അത് വാങ്ങിക്കൊണ്ടിരുന്ന എത്ര ഫ്രണ്ട്സ് ഉണ്ട് നിങ്ങൾക്ക്? സത്യസന്ധമായിട്ട് കമൻറ്റ് ചെയ്യണം. ചീത്ത വിളിക്കാനും കാര്യങ്ങൾക്കൊന്നും വരണ്ട, സത്യമായ കാര്യങ്ങളെ ഇവിടെ ഞാൻ വിളിച്ചു പറയുന്നുള്ളൂ. എത്ര ഫ്രണ്ട്സ് ഉണ്ട്? മാന്യമായിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ഇടാം. മാന്യമായിട്ട് കമൻറ്റ് ബോക്സ് നിങ്ങൾക്ക് വേണ്ടി മലക്കെ തുറന്നിട്ടിട്ടുണ്ട്. ആർക്കും മാന്യമായിട്ടുള്ള കമൻറ്റ് ഇടാം. ചങ്കുറ്റം കാണിക്കണം അങ്ങനെ ഇടാനുള്ള. എത്ര ഫ്രണ്ട്സ് ഉണ്ട് എന്ന്. നിങ്ങൾ ഒരു അപകട സിറ്റുവേഷനിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എമർജൻസി, നിങ്ങൾക്ക് ഒരു ഹോസ്പിറ്റൽ കേസോ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ സഹായിക്കുന്ന എത്ര ആൾക്കാരുണ്ട്? ഈ പൈസ എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ മനസ്സിലാക്കണ്ട, പൈസയുള്ള ആൾക്കാർക്ക് മാത്രമാണ് സഹായിക്കാൻ പറ്റുമെന്ന്. പല ആൾക്കാരും നിങ്ങൾക്ക് കടം തരുന്നതോ അല്ലെങ്കിൽ പല ആൾക്കാരും എന്താ പറയുക സഹായിക്കുന്നതല്ലെന്ന് പറഞ്ഞാൽ പൈസ ഇല്ലാത്ത ആൾക്കാരായിരിക്കും. ഇന്ന് വരെ ഒരു കോടീശ്വരന്മാരും വലിയ പുണ്യപ്രവൃത്തിയൊന്നും ചെയ്തതായിട്ടുള്ള അറിവ് എവിടെയുമില്ല. അവരൊക്കെ പരമാവധി അവരുടെ കയ്യിൽ തന്നെ അടുക്കി വെക്കാനേ ശ്രമിക്കുകയുള്ളൂ. കാരണം അവർക്കറിയാം പൈസ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു വിലയും ഉണ്ടാവില്ല എന്ന്. സോ നിങ്ങൾക്ക് ആരെങ്കിലും കടം തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പൈസ ഉണ്ടായിട്ടൊന്നും ആയിരിക്കില്ല, നിങ്ങളുടെ വിഷമം കണ്ട് അങ്ങനെയൊക്കെ തരുന്നത്. അങ്ങനെ എത്ര ആൾക്കാരുണ്ട് നിങ്ങളുടെ കൂടെ? അത് നിങ്ങൾ മാന്യമായ രീതിയിൽ നിങ്ങൾ കമൻ്റ് ഇട്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, നമ്മൾ എന്തെങ്കിലും ഒരു ജീവിതത്തിൽ ഒരു കാര്യം ചെയ്യുന്നു, അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ 2025 നിങ്ങളുടെ അനുഭവവും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. എന്നുവെച്ചാൽ എന്തെങ്കിലും നമ്മളൊരു പ്ലാനിങ് നമ്മൾ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുന്ന ഒരു വലിയ തെറ്റെന്താണെന്നറിയോ? എത്ര ഫ്രണ്ട്സ് ഉണ്ട് നിങ്ങൾക്ക്? എത്ര ഫ്രണ്ട്സ് ഉണ്ട്? അവരെയൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എന്താ ചെയ്യുക? ഒരു മിനിറ്റ്. അവരെയൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്ത് എല്ലാവരോടും നിങ്ങൾ ഗ്രൂപ്പിലൊക്കെ ഈ കാര്യം നിങ്ങൾ ഷെയർ ചെയ്യും.
എന്നാൽ നിങ്ങളുടെ പ്ലാന് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ കാരണം എന്താണെന്നറിയോ? ഞാനൊരു വീഡിയോ കണ്ടു, ഇൻസ്റ്റാഗ്രാമിൽ ഞാനൊരു വീഡിയോ കണ്ടു. ആ പയ്യൻ്റെ മുഖം കാണുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമായി. ഇവൻ്റെ കൂടെയുള്ള 2 കട്ട ചങ്കുകൾ ഇവൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഈ പയ്യൻ വിദേശത്തോ മറ്റോ പോയിട്ട് വന്നതാ. എന്തോ ഒരു നിർഭാഗ്യവശാൽ ആ പയ്യൻ നാട്ടിൽ സ്നേഹിച്ച ആ ഒരു പെൺകുട്ടി വേറൊരു പയ്യൻ്റെ പുറം ഓടി പോയി. തുടർന്ന് ഇവനെ ആശ്വസിപ്പിക്കേണ്ട ഇവൻ്റെ 2 ഫ്രണ്ട്സ് ഇവനെ ഇങ്ങനെ ഊക്കിക്കൊണ്ടിരിക്കല. അപ്പോൾ എന്താ പറയുക, ആ വീഡിയോ എടുക്കുന്ന പയ്യൻ അവന് കണ്ടന്റിന് വേണ്ടി ഇവനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കലാണ്. പാവം. സത്യത്തിൽ പറഞ്ഞാൽ ആ പയ്യൻ്റെ മുഖം ആ വീഡിയോയിൽ കണ്ടപ്പോൾ ഉണ്ടല്ലോ ഭയങ്കരമായിട്ടുള്ളൊരു വിഷമം. കാരണം ഫ്രണ്ട്സ് കളിയാക്കി ചിരിക്കുമ്പോഴും അവൻ മനസ്സുകൊണ്ട് ഉള്ളിൽ കരഞ്ഞുകൊണ്ട് എന്താ പറയുക, അവൻ പുറമെ ചിരിച്ച് കാണിക്കലാണ്. ഇത്തരത്തിലുള്ള അനുഭവം പല ആൾക്കാർക്കും ഉണ്ട്. നിങ്ങൾ ഒരു കാര്യം, എക്സാമ്പിൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്. എന്തെങ്കിലും ഒരു റീസൺ, ഉദാഹരണത്തിന് ഇപ്പം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറ്റി, എനിക്കൊരടി, അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും മോശമായ രീതിയിൽ എന്നെ പരാമർശിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് നിങ്ങൾക്ക് പറ്റിയെന്ന് അറിയുമ്പോൾ ഇപ്പോൾ ഉള്ള കാഴ്ചപ്പാടനുസരിച്ചിട്ട് ഫ്രണ്ട്സുകൾ ചെയ്യുന്ന ഒരു മണ്ടത്തരം എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ കളിയാക്കുക ചെയ്യുന്നവരെ. അതാണ്, ഇവർക്ക് അറിയില്ല ഇപ്പോൾ റിയാക്ഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം. ഒരു സങ്കടം വരുന്ന സമയത്തും ചിരിക്കുക, സന്തോഷം വരുന്ന സമയത്തും ചിരിക്കുക. അതാണ് പ്രശ്നം. ഇത് ഉപയോഗിക്കുന്ന സാധനവും ഇപ്പം എന്ന് പറഞ്ഞാൽ നല്ല സാധനമൊന്നും അല്ലല്ലോ, അതിൻ്റെ ഒരു പ്രശ്നവും കൂടിയാണിത്. സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളെ മുതലെടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ജോളി അടിച്ച് നടക്കാൻ മാത്രമാണെന്നുള്ള ചിന്തയാണ് പല ആൾക്കാർക്കും. എപ്പോഴും ഹാപ്പി 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 നിങ്ങളുടെ കൂടെ, അല്ലെങ്കിൽ സെലിബ്രേഷൻ എന്ന് പറയുന്ന സംഭവം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ 1000 അല്ലെങ്കിൽ 1,00,000 10,00,000 ആൾക്കാർ നിങ്ങളുടെ കൂടെ വരും സുഹൃത്തെ. ഒരു കുഴപ്പമില്ല. നിങ്ങൾ ചെയ്തു നോക്ക്. ഒരു കേക്ക് കട്ടിങ്ങോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്തു നോക്ക്. മറ്റുള്ള ആൾക്കാർക്ക് ഉപകാരം വരുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ 100% നിങ്ങളെപ്പറ്റി ഒരുപാട് ആൾക്കാർ വരും. നിങ്ങളുടെ ഫ്രണ്ട്സിനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. നേരെ മറിച്ച് നിങ്ങൾക്കൊരു പ്രശ്നം വന്നു എന്ന് നിങ്ങളൊരു പോസ്റ്റ് ഇട്ടേ, ഒരുത്തനും നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. സൂക്ഷിക്കുക, അത്രേ പറയാനുള്ളൂ. ആരെയും ഉപദേശിക്കാൻ നമ്മളൊന്നും ആരുമല്ല. നമ്മൾ ഇതുവരെ പറഞ്ഞതും ഉപദേശമൊന്നുമല്ല, ലൈഫിലുണ്ടായ കാര്യങ്ങളാണ്. എനിക്കിപ്പോൾ എൻ്റെ നാട്ടിലൊന്നും ഞാൻ ഒരു ഫ്രണ്ട്സിൻ്റെ പേരും ഞാൻ കൂടി നടക്കാറില്ല. കാരണം നാട്ടിലുള്ള ഫ്രണ്ട്സിനൊക്കെ അവർക്ക് കോർഡിനേഷൻ വേണമെങ്കിൽ ഒന്നുകിൽ കള്ളു കുടിക്കണം അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കണം. ജീവിതത്തിൽ നമ്മളെ സംബന്ധിച്ച് ഇന്നുവരെ നമ്മളൊന്നും ഒരു ലഹരിയും ഇല്ല. ഞാനതാ നേരത്തെ പറഞ്ഞ്, നമ്മൾക്കുള്ള ലഹരി എന്ന് പറഞ്ഞാൽ വാഹനമാണ്. കുറച്ച് ആൾക്കാർക്കൊക്കെ പുച്ഛമുണ്ട് അങ്ങനെയുള്ള ആൾക്കാരോടൊക്കെ. ഒരു കാര്യങ്ങൾക്ക് വരില്ല, പാർട്ടിക്ക് വരില്ല, എന്താ പറയുക, ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്ന് 2 അടിക്കാൻ വേണ്ടി വരില്ല, അവൻ അടിക്കാത്ത ആളാണ്. 24 മണിക്കൂറും വണ്ടിയെ തന്നെ പ്രേമിച്ച് നടക്കുന്ന ഒരുത്തെന്നൊക്കെ പറഞ്ഞ് ട്രോളുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേൾക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവം. ഇന്ന് വരെ വാഹനങ്ങൾ അവർ ജീവനില്ലാത്ത വസ്തുവാണ് നമുക്കറിയാം. പക്ഷേ എന്താ പറയുക, അവരെ നമ്മൾ സ്നേഹിച്ചാൽ ഒരിക്കലും നമുക്ക് ഫീൽ അടിക്കേണ്ടി വരില്ല, അല്ലെങ്കിൽ നമ്മൾ ചതിക്കപ്പെടില്ല എന്ന് പച്ച മലയാളത്തിൽ പറയാം. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പെറ്റ്സായിട്ട് നായയും പൂച്ചയൊക്കെ നമുക്ക് സ്നേഹിക്കാം. പക്ഷെ മനുഷ്യന്മാരെ, എൻ്റെ പൊന്നു മോനെ, സ്നേഹിക്കുമ്പോൾ നിങ്ങൾ 1000 തവണ ആലോചിക്കണം സ്നേഹിക്കണോ വേണ്ടേ എന്നുള്ള കാര്യം. കാരണം അവരെ കൊണ്ടുണ്ടാകുന്ന ചെറിയൊരു സംഭവം പോലും നമ്മുടെ നെഞ്ചിൽ തീക്കനൽ കോരിയിടുന്നതിനേക്കാളും വേദന ഉണ്ടാക്കും. പല ആൾക്കാർക്കും അനുഭവമുണ്ട്. അവസാനം എൻ്റെ അമ്മോ എൻ്റെ അച്ഛോ എന്ന് വിളിച്ച് കരയുമ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ള നമ്മുടെ പാരൻസ് മാത്രം തന്നെ നമുക്കുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഒറ്റക്കായിരിക്കും, വേറെ ഒരാളും ഉണ്ടാവില്ല. നിങ്ങൾ ഫ്രണ്ട്സ്, അപ്പം ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് തലേൻ്റെ അകത്ത് വെച്ച് തുള്ളുന്ന ഒരുപാട് ആളുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം പോലീസുകാർ വന്ന് ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. പോലീസുകാർ വന്ന് കുറച്ച് ലാപ്ടോപ്പോ അങ്ങനെ എന്താണെന്ന് തോന്നുന്നു, DJ ഐറ്റംസ് ആണെന്ന് തോന്നുന്നു. അപ്പം അതൊക്കെ അടിച്ചു പൊളിച്ചു അല്ലെങ്കിൽ ചവിട്ടി ഇട്ടു എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ വീഡിയോൻ്റെ അകത്ത് ഒരു പയ്യൻ, എനിക്ക് തോന്നുന്നു കണ്ടിട്ടൊരു 10-24 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം ഈ പയ്യൻ എന്താ ചെയ്യുന്നതെന്നറിയോ? പോലീസിനെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പച്ചക്ക് തെറി വിളിക്കാൻ ഈ പയ്യൻ വീഡിയോ ഇങ്ങനെ എടുത്തിട്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് മറിച്ചേതാണെന്നൊക്കെ പറഞ്ഞ് ഇവൻ പച്ചക്ക് ഇങ്ങോട്ട് തെറി വിളിക്കാൻ ഇവൻ. എന്നാൽ ഈ പയ്യൻ മനസ്സിലാക്കുന്നില്ല, നമ്മുടെ നിയമം ഇവിടെ അനുശാസിക്കുന്ന സമയം കഴിഞ്ഞു. ഇപ്പം DJ നിങ്ങൾക്കൊക്കെ അറിയാം, മൈക്ക് ഉപയോഗിക്കണമെങ്കിൽ ചില സ്ഥലത്തൊക്കെ 10 മണിയാണ് സമയം. 10 മണി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒരു കാര്യവും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ 10 മണിക്ക് നമ്മൾ അവസാനിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം? അറ്റ്ലീസ്റ്റ് ഒരു 9:45 ആകുമ്പോൾ നമ്മൾ നിർത്തണം. എന്നാലേ നമുക്ക് അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്തു വെക്കാൻ പറ്റും. ഇത് 10 മണിയും കഴിഞ്ഞ് ഒരുപാട് സമയം ലിമിറ്റും ക്രോസ് ചെയ്ത് പിന്നെ പോലീസുകാർ വരുന്ന സമയത്ത് അവരോട് നമ്മൾ സ്ട്രൈക്കിന് നിന്നിട്ട് ഒരു കാര്യമില്ല. അവർ വ്യക്തമായ രീതിയിൽ അവരുടെ നിയമം അവർ നടപ്പിലാക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ഗവൺമെൻറ്റാണ്. ഒരാളെയും ഞാൻ പൊക്കി പറയുന്നില്ല കേട്ടോ, കാരണം നമുക്ക് ഒരടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേദന നമുക്കേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പറയുന്നത്, നമ്മൾ നിയമത്തിൻ്റെ പിന്നാലെയോ അല്ലെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും പോയിട്ട് ഒരു കാര്യവുമില്ല.
ചെറുപ്പക്കാർ കുട്ടികളാ. ഇതുപോലെ എന്താ പറയുക, ബാഡായ രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരുപാട് നേതാക്കന്മാരുണ്ട് നാട്ടിൽ. അങ്ങനെയൊന്നുമില്ല, ഇങ്ങനെ നിങ്ങൾ പ്രതിഷേധിക്കണം, മറ്റേതാണ് മറിച്ചേതാന്നൊക്കെ. എൻ്റെ പൊന്നു മക്കളെ, ഒരു കാര്യം ഞാൻ പറയാം. ഏട്ടന്മാരോടായാലും ശരി, അനിയന്മാരോടായാലും ശരി, അനുഭവത്തിൻ്റെ വിളിച്ചത് പറയുന്നത്, അങ്ങനത്തെ ഒരു പരിപാടിക്ക് നിൽക്കണ്ട. കാരണം പോലീസൊക്കെ വന്ന് നല്ല രീതിക്ക് അടിയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് അതിൻ്റെ എഫക്റ്റ് നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ കാണിക്കും. ഇതൊന്നും കാണാൻ വേണ്ടി നിങ്ങളെ മൂപ്പിച്ച ഒരാളും തന്നെ അവിടെ ഉണ്ടാവില്ല. ഇനി നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോ, ഇങ്ങനെ നിങ്ങളെ മൂപ്പിക്കുന്ന ആൾക്കാരാ ആ പരിസരത്ത് കാണാൻ പറ്റില്ല നിങ്ങൾക്ക്. അവർ വീട്ടിൽ പോയി സുഖമായി ഉറങ്ങുന്നുണ്ടാവും. ഇപ്പോൾ ഈ DJ നൈറ്റിൻ്റെ പേരിൽ നമ്മൾ ആരോടും DJ വെച്ച് തുള്ളണ്ടാന്നോ പാട്ട് വെച്ച് തുള്ളണ്ടാന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അതൊക്കെ വേണം, പക്ഷെ നമ്മൾ സമയവും കൂടെ വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. സോ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾ എത്തിക്കരുത് കാര്യങ്ങൾ. ഇപ്പോൾ ആ വീഡിയോയിൽ ഒരു പയ്യൻ എടുത്ത് പറയുന്നൊരു കാര്യമുണ്ട്, ചെറിയ കുട്ടികളെ കൊണ്ടുവന്ന ഒരു ലേഡിയെ വരെ അവർ ചീത്ത പറഞ്ഞു എന്നല്ല പയ്യൻ പറയുന്നുണ്ട്. തെറ്റായിരിക്കാം, ഓക്കെ, സമ്മതിച്ചു. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു സമയത്ത് എന്തിന് ഈ ഒരു ചെറിയ കുട്ടികളെയൊക്കെ കൂട്ടി ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നു, അതും കൂടെ നമ്മൾ പരിഗണിക്കണം. അത്രയും ചെറിയ കുട്ടിയെ കൂട്ടി വരാൻ പറ്റിയ ഒരു സ്ഥലമാണോ അത്? ഇനി വന്നു എന്ന് തന്നെ ഇരിക്കട്ടെ, ആ ഒരു ടൈമിനൊത്ത് അത് ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്ന ആൾക്കാർ മനസ്സിലാക്കണം. അത് നമുക്ക് ഒരു തെറ്റ് അല്ലെങ്കിൽ നമുക്കൊരു അനുഭവം വരുന്നത് നമ്മളും കൂടി അതിൽ ഉത്തരവാദിയാണ്. ഇപ്പോൾ അവിടെ പോയി നമുക്ക് അടി കൊണ്ടു, നമ്മൾ മറ്റുള്ള ആളെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ എന്തിനു പോയി എന്നുള്ളൊരു ചോദ്യം കൂടി ഉണ്ട് അവിടെ. ഇപ്പോൾ സോ നമ്മൾ ശ്രദ്ധിക്കുക, ഇതൊക്കെയാണ് ഇന്നത്തെ കാലം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് അടി കൊണ്ടത് തന്നെ, അതിനെ പേര് പ്രതിഷേധിച്ചിട്ടോ സോഷ്യൽ മീഡിയയിൽ തൊണ്ട കീറി ചീത്ത വിളിച്ച് വീഡിയോ ഇട്ടിട്ടോ കാര്യമൊന്നുമില്ല. ഈ ചീത്ത വിളിക്കുന്ന വീഡിയോ തന്നെ ആരെങ്കിലും എടുത്ത് വീണ്ടും കേരള പോലീസിൻ്റെ പേജിലാ മറ്റോ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ചെയ്തവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് സൂക്ഷിക്കുക. ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർ, നിങ്ങളെ ഓർത്ത് ദുഃഖിക്കാനും കരയാനും നിങ്ങളുടെ അച്ഛനമ്മ മാത്രമേ ഉണ്ടാവുള്ളൂ. എൻ്റെ പൊന്നു മക്കളെ, ഒറ്റൊരുത്തനും ഉണ്ടാവില്ല അത്രയും ഫീലൊന്നും. നിങ്ങളെ കാണിക്കാൻ വേണ്ടി വെറുതെ വന്ന് മുതലക്കണ്ണീർ ഒഴുക്കും. ഒരു പുല്ലുമില്ലടാ, അത്രയേ ഉള്ളൂ, ഒരു പുല്ലുമില്ല. അതുകൊണ്ട് സൂക്ഷിക്കുക, നമ്മുടെ വർക്ക് നമ്മൾ ചെയ്യുക. നമ്മൾ ഒരിക്കലും എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി മറ്റുള്ള ആളെ ഒരിക്കലും ആശ്രയിക്കരുത്. അവനെനിക്ക് ഇങ്ങനെ ചെയ്തു തരും, അല്ലെങ്കിൽ ഇവനെനക്ക് അങ്ങനെ ചെയ്തു തരും. ഇതിപ്പോൾ ഫാമിലിയിലായാലും ഓക്കെ, എൻ്റെ മാമൻ എനിക്ക് ഇങ്ങനെ ചെയ്തു തരും, അല്ലെ എൻ്റെ മാമി ഇങ്ങനെ ചെയ്തു തരും, അങ്ങനെയൊന്നും നമ്മൾ ആശ്രയിക്കരുത്. നമ്മൾ നമ്മളേതായിട്ടുള്ളൊരു കാഴ്ചപ്പാടിൽ മാത്രം നമ്മൾ മുമ്പോട്ട് പോവുക. പിന്നെ പണ്ടേ ആൾക്കാർ പറയുന്ന ഒരു ടോക്ക് ഉണ്ട്, പൈസ കൊണ്ടെല്ലാം പറ്റുമോ എന്നുള്ള കാര്യം. എന്നാൽ ഞാൻ പറയുന്നു എൻ്റെ മക്കളെ, 99% കാര്യങ്ങളും പൈസ കൊണ്ട് മാത്രം തന്നെ പറ്റുള്ളൂ. പൈസ ഇല്ലാതെ ചെയ്യുന്നത് വീട്ടിൽ ചിലപ്പോൾ നമ്മുടെ അമ്മയായിരിക്കും, നമ്മുടെ അമ്മമാരായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ അച്ഛനായിരിക്കും. അങ്ങനെ ഉണ്ടാവുള്ളൂ. അതൊഴികെ ബാക്കി എല്ലാവരും പൈസക്ക് തന്നെയാണ്. പൈസ തന്നെ വേണം. പൈസ ഇല്ലാത്ത ആളെ ഈ ലോകത്ത് ഇപ്പോൾ ആർക്കും വിലയൊന്നുമില്ല. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഫ്രണ്ട്സിൻ്റെ ഒപ്പം കൂടി നടന്നോ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ നമ്മളുടെ സ്റ്റാൻഡിങ് അത് നമ്മളുടെ വരുമാനത്തിൽ മാത്രമായിരിക്കണം. അത് മറ്റുള്ള ആൾക്കാരുടെ വരുമാനത്തിനെ ആശ്രയിച്ച് അയക്കരുത്. അങ്ങനെ ആശ്രയിച്ചാൽ നിങ്ങളൊരു പട്ടിക്ക് സമാണ്, ഒരു വിലയുമില്ല. പൈസ ഇല്ലാത്ത ആൾക്കാരെ ഇന്ന് കാണിക്കുന്ന മനോഭാവം ഫ്രണ്ട്സിൻ്റെ ഇടയിൽ പോലും വിശ്വാസമൊന്നും ഉണ്ടാവില്ല. ഒന്ന് ഇറങ്ങി നോക്കിയേ. വാഹനം ഇല്ലാത്ത ഒരാളാ അല്ലെങ്കിൽ മറ്റുള്ള ആളാ, അവർക്കൊരു ബാധ്യതയാവും. അവൻ്റെ കയ്യിൽ വണ്ടിയില്ല, അപ്പോൾ അവനെ നമ്മൾ കെട്ടി വലിച്ചുകൊണ്ട് പോകണം. അല്ലെങ്കിൽ അവൻ്റെ കയ്യിൽ പൈസ ഇല്ല, അവൻ പെട്രോൾ അടിക്കാൻ പൈസ തരില്ല. ആരുടെയും ചെലവ് താങ്ങാനൊന്നും തയ്യാറൊന്നുമല്ല. അതാ ഞാൻ മുമ്പ് പറഞ്ഞത്, ആത്മാർത്ഥത അല്ലെങ്കിൽ കട്ടച്ചങ്ക് ഇതൊന്നും ഒരിക്കലും ഒന്നുമല്ല. അതൊക്കെ നിങ്ങൾ ആയിക്കോ, പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡിങ് നിങ്ങൾക്ക് വേണം. അത്രയും ഞാൻ പറയുന്നുള്ളൂ. നമ്മളിപ്പം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർക്കൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പം ഇതുപോലെ സംഭവിച്ച് പച്ചത്തെറികളൊക്കെ ചില വീഡിയോസിൽ ഞാൻ കാണാറുണ്ട്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വ്യക്തമായിട്ടുള്ള കാരണം പറയുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ജനങ്ങൾക്ക് ഇൻഫർമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ആൾക്കാരുടെ ചാനലൊന്നും അത്ര വലിയ റീച്ചൊന്നും ഉണ്ടാവില്ല. ഇന്ന് എല്ലാവർക്കും ഇഷ്ടം നെഗറ്റീവ് പബ്ലിസിറ്റിയാണ്. അപ്പം നിങ്ങൾ കാണാം, നമുക്ക് ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ ചാനലിൻ്റെ വ്യൂവും അതുപോലെ തന്നെ മറ്റുള്ള നെഗറ്റിവിറ്റി ആയിട്ടുള്ള കണ്ടൻറ്റ്സ് ചെയ്യുന്ന പല ആൾക്കാരെ വീഡിയോസും തമ്മിൽ നമുക്ക് എപ്പോഴും മനസ്സിലാവും. നല്ല റീച്ച് ഉണ്ടാവും ഈ നെഗറ്റീവ് കണ്ടൻറ്റിന്. അപ്പം നമ്മുടെ സമൂഹവും നെഗറ്റീവിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. എല്ലാവർക്കും മറ്റുള്ള ആൾക്കാരുടെ കുറ്റം കാണാനാണ് ഇഷ്ടം. ഇപ്പം നിങ്ങളൊരു സംഭവത്തിൽ വിജയിച്ചു, അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ വാഹനം പർച്ചേസ് ചെയ്തു, നിങ്ങളെ എന്താ പറയുക, നിങ്ങളുടെ നല്ലത് പറയാനും കാര്യങ്ങൾക്കൊന്നും സത്യം പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കണ്ട, മുട്ടം പാരേനെ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ചെയ്തു നോക്ക്. നിങ്ങൾ ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ ഒരു വീടെടുത്തു, അല്ലെങ്കിൽ ഒരു പുതിയ വാഹനം വാങ്ങി, പുറമേന്ന് ചിരിക്കും എല്ലാവരും, പക്ഷേ ഉള്ളിൽ
ഭയങ്കരമായിട്ടുള്ള അവർക്ക് എന്താ പറയുക പാരപ്പണിയെ തന്നെ അവർക്ക് ഉണ്ടാവുള്ളൂ. പ്രത്യേകിച്ച് നമ്മളത് എല്ലാവരെയും സൂക്ഷിക്കണം ആ ഒരു കാര്യത്തിൽ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മുടെ ഒരു പ്ലാന് അതൊരിക്കലും ഒരാളോട് നമ്മൾ പറയരുത്. നമുക്ക് ഈ ഒരു പ്ലാന് നമ്മൾ പ്രോസസ്സ് ചെയ്ത് അത് വിജയത്തിലോട്ട് എത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക, വേണമെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പം ഇപ്പം ഞാൻ യൂട്യൂബിലെല്ലാം വീഡിയോ ഇട്ടിട്ട് കുറച്ചായി. നമ്മൾ വീഡിയോസൊന്നും യൂട്യൂബിൽ ഇപ്പം ഞാൻ അങ്ങനെ ഇടാറില്ല. ഇനി ഇട്ട് തുടങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട്. സോ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ നിന്ന് എടുത്ത് പറഞ്ഞതാണ്. ലൈഫിൽ ഇത്രയും കാലം സംഭവിച്ച കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആർക്കും വെറുപ്പും കാര്യങ്ങളും ഒന്നും തോന്നരുത്. അപ്പം എൻ്റെ ഈ ഒരു ചാനലിലുള്ള എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നല്ല ആശംസകൾ ഞാൻ നേരുന്നു. കഴിഞ്ഞ വർഷത്തിനേക്കാൾ നല്ല രീതിയിൽ ഡെവലപ്പായി നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റട്ടെ. നിങ്ങളുടെ ലൈഫൊക്കെ സെറ്റിൽഡ് ആവട്ടെ. എല്ലാവർക്കും നല്ല രീതിക്കുള്ള ഒരു അനുഭവം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഈ റിയൽ ഹീറോ അല്ലെങ്കിൽ മെഗാ ഹീറോ എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, അതാരാന്നറിയോ റിയലായിട്ട് നിങ്ങൾക്ക്? സ്വന്തം ജീവിതത്തിൽ അല്ലെങ്കിൽ സ്വന്തം ജീവിതം എത്രത്തോളം ആസ്വദിക്കാൻ പറ്റുന്നോ, മറ്റുള്ള ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാതെ സ്വന്തമായി നമ്മുടെ ജീവിതം നല്ല രീതിക്ക് ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരില്ലേ, അവർ തന്നെയാണ് റിയലായിട്ടുള്ള സൂപ്പർ സ്റ്റാർസ്. അല്ലാതെ അത് മറ്റൊരു പ്ലാറ്റ്ഫോമിലും അല്ല.